തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹ ഘോഷയാത്ര തുടക്കമാവുകയാണ്. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ചരിത്ര പ്രസിദ്ധമായ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ഒരുപക്ഷെ ഓരോ കാലഘട്ടം കഴിയും തോറും അതിൻ്റെ ആ ഒരു ഭക്തി നിർഭരത വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. എത്രത്തോളം ഭക്തി നിർഭരമാണ് ചടങ്ങുകൾ? വിഷ്ണു, രണ്ടാം ദിനം യാത്രയുടെ വിഗ്രഹ ഘോഷയാത്രയുടെ രണ്ടാം ദിനമാണ്. ഇന്ന് തക്കലയിൽ നിന്നാണ് ആരംഭിച്ചത്. ഘോഷയാത്ര ഇപ്പോൾ കേരളപുരം മഹാദേവ ക്ഷേത്രത്തിലെത്തി നിൽക്കുകയാണ്. ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം യാത്ര പുറപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. ഇതിനോട് അനുബന്ധിച്ചുള്ള യാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ആദ്യം പോകുന്ന വെള്ളിക്കുതിര സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുണ്ടണി നങ്കയും കുമാരസ്വാമിയും രണ്ടുപേരുടെയും പല്ലക്കുകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി നൽകുന്ന ഗാർഡ് ഓഫ് ഹോണറാണ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആ ഗാർഡ് ഓഫ് ഹോണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പല്ലക്കുകളിലുമുള്ള ദേവതകൾ കുണ്ടണി നങ്കയും, അതായത് കുമാരസ്വാമിയും, മുന്നൂറ്റി നങ്ക എന്നും പറയും. കുണ്ടണി നങ്കയെ മുന്നൂറ്റി നങ്ക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതിനെ കുണ്ടണി നങ്ക എന്നും പറയപ്പെടും. അങ്ങനെ മുന്നൂറ്റി നങ്കയുടെയും കുമാരസ്വാമിയുടെയും പല്ലക്കുകളിൽ വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള പല്ലക്കുകളും ഇപ്പോൾ യാത്രയാകും. പോലീസിൻ്റെ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി നൽകുന്ന ഗാർഡ് ഓഫ് ഹോണറാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ യാത്ര ആരംഭിക്കും. ഘോഷയാത്ര ആരംഭിക്കും. ഇപ്പോൾ ഗാർഡ് ഓഫ് ഹോണർ നടക്കുകയാണ്. Guard of honor, break off. വിഷ്ണു, കേരള തമിഴ്നാട് പഴയ കാലത്തെ അതേ രീതിയിൽ തന്നെ മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആണ് ഘോഷയാത്ര ഇപ്പോഴും നടക്കുന്നത്. വിഗ്രഹ ഘോഷയാത്ര അതിൻ്റെ ആ പ്രൗഢിയും അതോടൊപ്പം തന്നെ ആചാര പെരുമയും. പ്രശാന്ത, വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന പത്മനാഭപുരത്ത് നിന്നാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിക്കുന്നത്. ചരിത്രവും സംസ്കാരവും ഒക്കെ തന്നെയും ഇടകലർന്ന് നിൽക്കുന്ന ആ ഒരു പ്രദേശം, അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോഴും ആ ഒരു ചരിത്ര സംസ്കൃതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഈ ഘോഷയാത്ര. ഇത് തിരുവനന്തപുരത്തേക്കാണ് എത്തിച്ചേരുന്നത്. ഇനിയുള്ള അടുത്ത ഘട്ടം എപ്പോഴായിരിക്കും ഈ ഒരു ഘോഷയാത്ര ഇനി അവസാനിക്കുക, അല്ലെങ്കിൽ എത്തിച്ചേരുക? അടുത്ത ഘട്ടം എവിടെയാണ്? വിഷ്ണു, നിലവിൽ ഈ യാത്ര എത്തിച്ചേരുന്നത് കുഴുത്തുറയിലാണ്. കുഴുത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്നത്തെ ദിവസത്തെ യാത്ര സമാപിക്കും. അതിനുശേഷം നാളെ വീണ്ടും യാത്ര ആരംഭിക്കുകയും ചെയ്യും. 22-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര എത്തിച്ചേരുന്നത്. എന്തായാലും അതിന് അവിടെ മുന്നോടിയായി എല്ലാ സ്ഥലങ്ങളിലും വിഗ്രഹ ഘോഷയാത്രയെ വരവേൽക്കുവാൻ ഭക്തർ പടുക്കയും അതോടൊപ്പം തന്നെ നിലവിളക്കും അടക്കം കത്തിച്ചുകൊണ്ട് ഈ റോഡിന് ഇരുവശങ്ങളിലുമുള്ള ഭക്തർ നിരന്നു നിൽക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വളരെ ആചാരപ്പെരുമയോടുകൂടി തന്നെയാണ് ഈ വിഗ്രഹ ഘോഷയാത്ര നടത്തുന്നത്. മുമ്പ് എങ്ങനെയാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നമുക്കിപ്പോൾ കാണാം ഈ വിഗ്രഹ ഘോഷയാത്രയെ പ്രദേശവാസികൾ സ്വീകരിക്കുന്നത്. അവർ പൂവും നിലവിളക്ക് കത്തിച്ച് ഫലമൂലാദികളും പൂവും പുഷ്പവും അടക്കമുള്ളവ സജ്ജീകരിച്ചുകൊണ്ടാണ് യാത്രയെ വരവേൽക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ വീടുകൾക്ക് മുമ്പിലും ഇങ്ങനെ ദേവനെ എതിരേൽക്കുവാൻ കുണ്ടണി നങ്കയെയും കുമാരസ്വാമിയെയും അതോടൊപ്പം തന്നെ തേവാരക്കെട്ട് സരസ്വതി ദേവിയെയും അടക്കം വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഓരോ വർഷവും ഒരു വിഗ്രഹ ഘോഷയാത്ര കാലം കഴിയുമ്പോൾ മറ്റൊരു വിഗ്രഹ ഘോഷയാത്ര കാലത്തിലേക്ക് ഭക്തർ കാത്തു നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള യാത്ര, അതിനോടൊപ്പം തന്നെ കനത്ത സുരക്ഷയും. തമിഴ്നാട് കേരള പോലീസിൻ്റെ സംയുക്തമായി കനത്ത സുരക്ഷ കൂടിയാണ് വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഈ പല്ലക്കുകളിൽ നടന്നാണ്
ഘോഷയാത്ര പോകുന്നത്. ഘോഷയാത്രയ്ക്കിടെ വരവറിയിച്ചുകൊണ്ടുള്ള വെള്ളി കുതിര അല്പസമയം മുമ്പ് ക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചിരുന്നു. ഇനി ഈ ഘോഷയാത്രയോടൊപ്പം തന്നെ ഈ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് തേവാരക്കെട്ട് സരസ്വതി ദേവിയെ ഇറക്കി വെച്ചിരിക്കുന്നത്. അവിടുന്ന് തേവാരക്കെട്ട് സരസ്വതി ദേവി കൂടി ചേരുന്നതോടുകൂടി യാത്ര പൂർണ്ണമാകും. പൂർണ്ണമാകുന്ന യാത്ര മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും. അങ്ങനെ പലയിടങ്ങൾ, പല സ്ഥലങ്ങൾ എല്ലാം യാത്രകൾ നിന്ന് അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭക്തർക്ക് അർപ്പിക്കുന്ന കാണിക്കയും അതോടൊപ്പം തന്നെ പുഷ്പവും പൂവും പടുക്കയും നിലവിളക്ക് കത്തിച്ച് സ്വീകരിക്കുന്ന ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും യാത്ര ഇന്ന് അവസാനിക്കുക. ഓരോ ദിവസവും അവസാനിപ്പിക്കുമ്പോഴും ഓരോ ദിവസവും ഈ യാത്ര കടന്നു പോകുമ്പോഴെല്ലാം കടന്നു പോകുന്ന വഴികളിലെല്ലാം നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികൾ, ഭക്തരാണ് ഈ യാത്രയെ കാണുവാനും അമ്മയെ കാണുവാനും കുണ്ടളി നങ്കയെയും കുമാരസ്വാമിയെയും തേവാരക്കെട്ട് സരസ്വതിയെയും വെള്ളി കുതിരയും എല്ലാം കാണുവാനും കണ്ട് ആനന്ദ നിർവൃതി അടയുവാനുമെല്ലാം എത്തിയിരിക്കുന്നത്. ഓരോ യാത്ര കടന്നു പോകുമ്പോഴും ഇനിയൊരു ഈ വിഗ്രഹ ഘോഷയാത്ര കാണുവാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണേ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് ഓരോ ഭക്തൻ്റെയും മനസ്സിലുള്ളത്. അങ്ങനെ വളരെ ചരിത്രപൂർണമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, കണ്ണിനെ മയക്കുന്ന കാഴ്ച നമുക്കിവിടുന്ന് കാണാൻ കഴിയും. അത്രയ്ക്ക് ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഓരോ ഭക്തനും വ്രതമെടുത്തുകൊണ്ടാണ് നഗ്നപാതരായി. നമുക്കറിയാം എത്രത്തോളം ചൂടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോഴെന്ന്. അങ്ങനെ ഈ കാലാവസ്ഥയിലും നഗ്നപാതരായിട്ടാണ് ഓരോ ഭക്തനും ഈ വിഗ്രഹ ഘോഷയാത്രയ്ക്കൊപ്പം നടന്നു നീങ്ങുന്നത്. അങ്ങനെ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള യാത്രയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കുഴുത്തുറ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ യാത്ര അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ തക്കല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. യാത്ര ആരംഭിച്ച് അതിനുശേഷം ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ആയിട്ടാണ് കേരളപുരം മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാത്ര അല്പസമയം ഒന്ന് വിശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ വിശ്രമത്തിനൊക്കെ ശേഷമാണ് വീണ്ടും വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. നിരവധി ഭക്തർ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തരാണ് യാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്നത്, നഗ്നപാതരായിട്ടും അനുഗമിക്കുന്നത്. ഓരോ ഭക്തനും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തേവാരക്കെട്ട് സരസ്വതിയെയും കുണ്ടളി നങ്കയെയും കുമാരസ്വാമിയെയും വെള്ളിക്കുതിരയും എല്ലാം കണ്ട് സായുജ്യമടന്നുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത്. ഇനി ഈ യാത്ര കടന്നുപോയി ഓരോ സ്ഥലങ്ങളിലെയും അവരുടെ ഭക്തർ അർപ്പിക്കുന്ന കാണിക്കയും മറ്റ് പൂജാദ്രവ്യങ്ങളും അടക്കം ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര തിരിക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചേരുമ്പോൾ അവിടെ നിന്നെല്ലാം ഭക്തൻ്റെ കാണിക്കയും സങ്കല്പവും എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. വൈകുന്നേരം ഏകദേശം ഇപ്പോൾ ഏറെ വൈകിയാണ്. നേരത്തെയൊക്കെ മുൻകാലങ്ങളിലെല്ലാം 2 മണിക്ക് മുമ്പായിട്ട് യാത്ര തിരിക്കേണ്ടതാണ്. ഇന്ന് 3 മണി പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുഴുത്തുറയ്ക്ക് എത്തുമ്പോൾ വളരെ താമസിക്കും, ഒരുപാട് വൈകിയായിരിക്കും കുഴുത്തുറ എത്തുന്നത്. ആ സമയം അത്രയും ഭക്തർ ഈ യാത്രയെ കാണുവാനും വിഗ്രഹ ഘോഷയാത്രയെ കാണുവാനും ആനന്ദ നിർവൃതി അടയുവാനും ഭക്തർ ഓരോരുത്തരും നിൽക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനും കഴിയും. വിഷ്ണു. ശരി, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങളും പങ്കുവച്ചത്.